ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മധ്യത്തിൽ പുതുതായിട്ടൊക്കെ കടന്നു വരുന്ന ചില ആളുകളുണ്ട്. അതുപോലെ തന്നെ പല വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് പുതുതായിട്ടുള്ള വരുന്ന ആളുകൾക്ക് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തത ആവശ്യമാണ്. അതുപോലെ പല വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള ആളുകളെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നാം അടിസ്ഥാനത്തിൽ നിൽക്കാതെ നമുക്ക് വീണ്ടും മുമ്പോട്ട് പോകണം. കർത്താവ് തൻ്റെ ജീവനെ നൽകി നമ്മെ വീണ്ടെടുത്തു. അപ്പൊ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ നമ്മെ വീണ്ടും മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് കർത്താവിന് താല്പര്യമുണ്ട്. അപ്പൊ നാമും ആ കർത്താവിന്റെ ആ സ്നേഹാഹ്വാനത്തിന് പ്രതികരിച്ച് നാമും മുമ്പോട്ട് പോകണം. കർത്താവ് എനിക്ക് മുമ്പോട്ട് പോകണം, കൂടുതൽ അങ്ങേ എനിക്ക് പറ്റണം. കർത്താവ് നീതിക്കായിട്ടുള്ള ഒരു വിശപ്പും ദാഹവും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ രീതിയിൽ ഒരു തൃപ്തി ലഭിക്കുകയുള്ളൂ, നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മുടെ ഉള്ളത്തിൽ കർത്താവെ, എനിക്ക് അങ്ങ് ആഗ്രഹിക്കുന്നതെല്ലാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൂടുതൽ അങ്ങേ അറിയണം, കൂടുതൽ അങ്ങേ സ്നേഹിക്കണം, കൂടുതൽ അങ്ങയുടെ കർത്താവെ ഒരു യഥാർത്ഥ ശിഷ്യനായിട്ട് എനിക്ക് മുമ്പോട്ട് പോകണം എന്നുള്ള ഒരു താല്പര്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ സ്റ്റാഗ്നന്റ് ആയി പോകും, നമ്മളിങ്ങനെ മടുത്ത് ഒരു സ്ഥലത്ത് നിൽക്കും. നമ്മുടെ മീറ്റിങ്ങുകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മളിടയ്ക്ക് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ കൂടണം എന്നൊക്കെ പറയുന്നത് ഈ കാര്യത്തിന് വേണ്ടിയാണ്. കർത്താവെ, ഞാൻ ഇപ്പൊ ഇരിക്കുന്ന അവസ്ഥയിൽ ഞാൻ തൃപ്തനല്ല, എനിക്ക് വീണ്ടും കർത്താവെ മുമ്പോട്ട് പോകണം. ഈ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളങ്ങളിൽ ദൈവം നൽകട്ടെ. അപ്പൊ ഇന്ന് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും അവിടെ നിന്ന് എങ്ങനെയാണ് നാം മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ളത് പങ്കുവയ്ക്കാനുമാണ് താല്പര്യപ്പെടുന്നത്. നമുക്ക് ചില ചിത്രങ്ങളും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ആ ചിത്രങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ച് വ്യക്തമാവും. അപ്പോ ക്രിസ്ത്യ ജീവിതത്തിലെ 4 പില്ലറുകൾ, 4 പില്ലേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും എന്ന് ചിന്തിക്കുന്നു. അപ്പൊ ഒന്ന് ക്രോസ്, മറ്റൊന്ന് സ്വോർഡ്, മറ്റൊന്ന് ചേർച്ച്, മറ്റൊന്ന് ഹോളി സ്പിരിറ്റ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ക്രിസ്ത്യ ജീവിതത്തിലെ 4 പില്ലറുകളാണ്. ഒന്ന് കുരിശ്, മറ്റൊന്ന് ഈ ഒരു വാൾ എന്ന് പറയുമ്പോൾ അത് ദൈവവചനം എന്ന വാൾ, പ്രാർത്ഥന എന്ന വാൾ. അപ്പൊ രണ്ടിനെയും ഈ രീതിയിൽ ഒരു പോരാട്ടത്തിന്റെ ഒരു മുമ്പോട്ട് ഒരു ആയുധമായിട്ട്, ക്രിസ്ത്യ ജീവിതത്തിന്റെ ആയുധമായിട്ട് ദൈവവചനം പറയുന്നുണ്ട്. അപ്പോ ദൈവവചനം, പ്രാർത്ഥന ആകുന്ന വാൾ, അത് ക്രിസ്ത്യ ജീവിതത്തിന്റെ ഒരു അടിസ്ഥാനമാണ്. കർത്താവ് നമ്മെ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ആദ്യം ദൈവം നൽകുന്നത് ഒരു ഭവനമാണ്, അത് ദൈവസഭയാണ്. അപ്പൊ ദൈവസഭ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ, അല്ലെങ്കിൽ കൂട്ടായ്മ എന്ന് പറയുന്നത്, ദൈവത്തോടും സഹോദരി സഹോദരന്മാരോടുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത് ക്രിസ്ത്യ ജീവിതത്തിന്റെ ഒരു അടിസ്ഥാനമാണ്. നമുക്ക് വീണ്ടും ജനനം ഉണ്ടാവുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ വർദ്ധിതമായ പരിശുദ്ധാത്മാവിന്റെ നിറവ്, പരിശുദ്ധാത്മാവിന്റെ ഒരു നടത്തിപ്പ്, പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് അത് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ഒരു അടിസ്ഥാനമാണ്. അപ്പൊ ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. നമുക്ക് അടുത്ത ഒരു സ്ലൈഡിൽ നമ്മൾ ക്രോസിനെ കുറിച്ച്, കുരിശ് എന്ന് പറയുമ്പോൾ ആ കുരിശിന്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പാപക്ഷമയ്ക്കായിട്ട് ആ കാൽവരി ക്രൂശിൽ നമുക്കായിട്ട് യാഗമായി തീർന്ന യേശുവിനെ കാണുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ആളുകൾക്ക് ആ രീതിയിൽ ആ കാൽവരി മലമേൽ എനിക്കായിട്ട് ജീവനെ നൽകിയ, ഈ ഭൂമിയിൽ വന്ന് മനുഷ്യനായി ജീവിച്ച്, പാപമില്ലാതെ ജീവിച്ച് കാൽവരി ക്രൂശിൽ എനിക്കായിട്ട് യാഗമായി തീർന്ന ആ യേശു ക്രിസ്തു, ആ കർത്താവിന്റെ രക്തത്താലുള്ള പാപക്ഷമ ലഭിച്ചവരാണ് ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ആളുകൾ. എന്നാൽ ഇവിടെ ചിലരൊക്കെ പുതുതായിട്ട് വന്നിരിക്കുന്ന ചിലർ ഇവിടെ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ തന്നെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാടി ഐ ആം എ ന്യൂ ക്രിയേഷൻ. യഥാർത്ഥത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു പുതിയ സൃഷ്ടിയാവുന്നത്? നിങ്ങൾക്ക് ആ ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് ആ പുതിയ സൃഷ്ടിയുടെ അനുഭവം നിങ്ങൾക്കുണ്ടാവുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനൊരു പാപിയാണ് എന്നുള്ള ഒരു ബോധ്യം. അപ്പോ എങ്ങനെയാ ഞാൻ പാപിയാണ് എന്ന് പറയുന്നത്? നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകളും ദൈവത്തിന്റെ മുമ്പാകെ അത് പാപമാണ്.
അത് നിങ്ങളുടെ ദേഷ്യമായിരിക്കും, അനുസരണക്കേടായിരിക്കാം, നിങ്ങളുടെ മത്സരമായിരിക്കാം, നിങ്ങൾ മാതാപിതാക്കൾക്ക് അനുസരിക്കാതിരിക്കുന്ന നിങ്ങളുടെ സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത മറ്റു ചില കാര്യങ്ങളോടുള്ള നിങ്ങളുടെ താല്പര്യം, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ വെറുതെ സമയം പാഴാക്കിക്കൊണ്ട് നിങ്ങൾ ദൈവത്തിൽ നിന്നും പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങൾ ചേർന്ന് ഈ ലോകത്തിൽ നിന്ന് ഒരു വേർപാടില്ലാതെ നിങ്ങൾ നിൽക്കുന്ന ആ രീതിയിലുള്ള ഒരു ജീവിതമായിരിക്കും. ഇതൊക്കെ എല്ലാം ദൈവത്തിന് വേദനയാണ്. ഇതൊക്കെ പാപമാണ്. നമ്മുടെ ചിന്തയിലുള്ള, നമ്മുടെ മനോഭാവത്തിലുള്ള, നോട്ടത്തിലുള്ള, നമ്മുടെ പ്രവൃത്തിയിലുള്ള എല്ലാ പാപങ്ങളും, ഈ പാപവുമായിട്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഞാനൊരു പാപിയാണ് എന്ന് സമ്മതിക്കുക ദൈവത്തിന് മുമ്പാകെ. ഞാനൊരു പാപിയാണ് കർത്താവേ, ഞാനൊരു തെറ്റുകാരനാണ്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി തെറ്റുകളുണ്ട് എന്നുള്ളത് നിങ്ങൾ ദൈവത്തിന് മുമ്പാകെ സമ്മതിക്കുക. ആ കർത്താവിന്റെ സ്നേഹം എനിക്കായിട്ട്, നിനക്കായിട്ട്, നമുക്ക് ഓരോരുത്തർക്കായിട്ട്, കുഞ്ഞെ ചെറുപ്പക്കാര, നമുക്ക് ഓരോരുത്തർക്കുമായിട്ട് യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ തന്റെ രക്തം ചിന്തി തൻ ജീവനെ വെടിഞ്ഞു. ഈ ഭൂമിയിൽ താൻ ആ വിശുദ്ധനായിട്ട് ജീവിച്ച് അതിനെ തുടർന്ന് ഒരു പാപവും ചെയ്യാതെ നമ്മുടെ പാപങ്ങളെ വഹിച്ച് യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ തന്റെ ജീവനെ വെടിഞ്ഞു. ആ ജീവനെ കർത്താവിന്റെ രക്തത്താൽ നമുക്ക് പാപക്ഷമയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമുക്ക് ആ രീതിയിൽ ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവം ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഉള്ളത്തിൽ ഒരു ചെറിയ പ്രാർത്ഥന ദൈവത്തോട് പറയുക. കർത്താവെ, എന്നെ അങ്ങയുടെ മകനാക്കി തീർക്കണമേ, അങ്ങയുടെ മകളാക്കി തീർക്കണമേ. എൻ്റെ ജീവിതത്തിൽ ഉള്ള തെറ്റുകളെ ഞാൻ സമ്മതിക്കുന്നു, പാപങ്ങളെ ഞാൻ സമ്മതിക്കുന്നു കർത്താവെ. എൻ്റെ അനുസരണക്കെടിനെ ഞാൻ സമ്മതിക്കുന്നു, എൻ്റെ ലോകസ്നേഹത്തെ ഞാൻ സമ്മതിക്കുന്നു കർത്താവെ. എനിക്കിതിൽ നിന്ന് മാറണം. മാനസാന്തരത്തോടെ നിങ്ങൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരിക. നമ്മൾ കർത്താവിനോട് പാപക്ഷമ ചോദിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, നമ്മളൊരു മാനസാന്തരത്തോടെ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തെറ്റായ കൂട്ടുകെട്ടുണ്ടോ, നിങ്ങളെ ദൈവത്തിൽ നിന്നും അകറ്റുന്ന ഏതെങ്കിലും ഒരു തെറ്റായ ശീലം നിങ്ങൾക്കുണ്ടോ, അങ്ങനെയെങ്കിൽ നിങ്ങൾ അനുതാപത്തോടെ, മാനസാന്തരത്തോടെ, കർത്താവ് എനിക്കിതിൽ നിന്ന് മാറണം, അങ്ങയുടെ സ്നേഹം എന്നെ വിളിക്കുന്നു, ഞാൻ കാണുന്നു കർത്താവെ, എനിക്ക് എൻ്റെ ഈ കൂട്ടുകെട്ടിൽ നിന്ന്, എൻ്റെ ഈ സ്വഭാവത്തിൽ നിന്ന്, എൻ്റെ ഈ പഴക്കത്തിൽ നിന്ന് ഞാൻ മാറി കർത്താവെ, അങ്ങയുടെ കാൽവരി ക്രൂസിലെ സ്നേഹത്തിന്റെ മുമ്പാകെ ഞാനിതാ എൻ്റെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് എനിക്കായിട്ട് ക്രൂസിൽ മരിച്ചല്ലോ. കർത്താവെ, എനിക്ക് അങ്ങയുടെ മകനായിട്ട്, മകളായിട്ട് എൻ്റെ ശിഷ്ടജീവിതം ജീവിക്കണം. അങ്ങയുടെ രക്തത്താൽ എൻ്റെ പാപങ്ങളെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ അങ്ങയുടെ മകനാക്കി തീർക്കണമേ, മകളാക്കി തീർക്കണമേ എന്നുള്ള ഒരു ലളിതമായ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയിലൂടെയാണ് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം, നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതം നമുക്ക് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇരിക്കുമ്പോൾ മാത്രമല്ല, നിങ്ങൾ വീട്ടിൽ ചെന്ന് ഈ കർത്താവിന്റെ സ്നേഹത്തെ നിങ്ങൾ ധ്യാനിക്കുക. ധ്യാനിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലുള്ള തെറ്റുകളെ കുറിച്ചൊക്കെ ചിലപ്പോൾ ദൈവം നമുക്ക് ഓർമ്മ വരുത്തുമ്പോൾ നമ്മളത് കർത്താവിനോട് അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ആ കർത്താവിന്റെ ഒരു സമാധാനം, ഐ ആം എ ന്യൂ ക്രിയേഷൻ, അങ്ങനെയാണെങ്കിൽ എന്താ, എൻ്റെ ഉള്ളത്തിൽ സന്തോഷം, നിങ്ങളുടെ ഉള്ളത്തിൽ സമാധാനം, ഇതൊക്കെ ദൈവം നിങ്ങൾക്ക് നൽകും. നമ്മളൊക്കെ തുടങ്ങിയപ്പോൾ അങ്ങനെയാണ്, ഒരു ഭാരമില്ലാതെ, ആശയില്ലാതെ, ആകെ നിരാശരായിരുന്ന സമയത്ത് ആ യേശുവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ ഉണ്ടായ ആ ഒരു സന്തോഷവും സമാധാനവും, അങ്ങനെയാണ് ക്രിസ്തീയ ജീവിതം ഇവിടെയുള്ള മിക്കവാറും ആളുകളും തുടങ്ങിയത്. നിങ്ങൾ അങ്ങനെ തുടങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ ക്രിസ്തീയ ജീവിതത്തെ നിങ്ങൾ തുടങ്ങുക. കർത്താവിന്റെ അവിടുന്ന് എൻ്റെ പിതാവാണ് എന്നുള്ള രീതിയിൽ കാൽവരി ക്രൂശിലെ കർത്താവിന്റെ സ്നേഹത്തെ കാണുക. ഓക്കെ, അപ്പോ നമ്മൾ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അപ്പൊ കർത്താവിലൂടെ നമുക്ക് നമ്മുടെ പാപക്ഷമയുണ്ട്. നമുക്ക് പാപത്തിൽ നിന്നുള്ള ആ പാപക്ഷമ നമുക്ക് യേശു ക്രിസ്തുവിലൂടെ ഉണ്ട്. അപ്പൊ ഇന്ന് ആ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന് സമർപ്പിച്ച് കർത്താവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞിട്ടുണ്ടെങ്കിൽ, കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് കർത്താവിന്റെ മകനും മകളുമായി നിങ്ങൾ മാറുന്നു എന്നുള്ള ഒരു വലിയ ഭാഗ്യാവസ്ഥയിലേക്കാണ് നാം വരിക. ഓക്കെ, അപ്പൊ ഇവിടെ അനേക വർഷങ്ങളായിട്ട് ക്രിസ്തീയ ജീവിതത്തിൽ ഈ രീതിയിൽ തുടങ്ങിയ പല സഹോദരന്മാരും സഹോദരിമാരുമാണ് ഇവിടെ ഉള്ളത്. എന്നാൽ നമ്മെ സംബന്ധിച്ച് ഈ ക്രൂശിന്, നമ്മുടെ പാപക്ഷമ മാത്രമല്ല, ഈ ക്രൂശിന് മറ്റൊരു മാനവും കൂടെയുണ്ട്. കർത്താവ് നമ്മോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ശിഷ്യത്വത്തിന്റെ ഒരു പടിയായിട്ട് കർത്താവ് പറഞ്ഞിട്ടുള്ളത് എന്താണ്? മത്തായി 16:24, പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പൊ ഞാൻ യേശുവിനെ പിൻപറ്റുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ കാൽവരി ക്രൂശിലെ യേശുവിന്റെ സ്നേഹത്തെ കണ്ടാണ് ഞാൻ എൻ്റെ ക്രിസ്തീയ ജീവിതത്തെ തുടങ്ങുന്നത്. എന്നാൽ എൻ്റെ ശിഷ്യത്വ ജീവിതത്തിൽ ഞാൻ മുമ്പോട്ട് പോകണം എന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ക്രൂശ് എടുത്ത്
യേശുവിനെ അനുഗമിക്കണം. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? ഞാൻ എൻ്റെ ക്രൂശ് എടുത്ത്, ഞാൻ യേശുവിന്റെ ക്രൂശ് എടുക്കാനായിട്ടല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇന്ന് നമ്മുടെ ചുറ്റിനുമുള്ള ക്രിസ്തീയ ലോകത്ത് ആളുകളൊക്കെ ഈ യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവ കാല ഒക്കെ ഉള്ള സമയത്ത് അവര് ക്രൂശും ഒക്കെ ചുമന്നുകൊണ്ട്, ചുമലിൽ ചുമന്നുകൊണ്ട് മറ്റ് പല പുണ്യ സ്ഥലങ്ങളിലും അവര് ക്രൂശും ചുമന്നുകൊണ്ട് പോകുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പം ഈ ഒരു വലിയ മരത്തടിയും എടുത്തുകൊണ്ട് നമ്മൾ ഒരു യേശുവിന്റെ കുരിശ് ചുമന്ന് നമ്മൾ ഏതെങ്കിലും ഒരു തീർത്ഥയാത്ര നടത്തണമെന്നല്ല ഈ വാക്യത്തിന്റെ അർത്ഥം. ഈ വാക്യത്തിന്റെ അർത്ഥം ഞാൻ എൻ്റെ ക്രൂശ് എടുക്കുക. എൻ്റെ ക്രൂശ് എടുക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ആ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ക്രൂശ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെത്താൻ ത്യജിക്കണം എന്നവിടെ പറയുന്നു. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അതും യേശുക്രിസ്തു നിർബന്ധിക്കുകയല്ല. നിങ്ങൾക്ക് യേശുവിനെ പിൻപറ്റുവാനായിട്ട് താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് യേശുവിനെ പിൻപറ്റുവാനായിട്ട് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ ഇച്ഛിക്കുന്നുവെങ്കിൽ നിങ്ങളെ തന്നെ ത്യജിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറാവണം. നിങ്ങളെ തന്നെ ത്യജിച്ച്, ഞാൻ എന്നെ തന്നെ ത്യജിച്ച് എൻ്റെ ക്രൂശ്, നമ്മെ തന്നെ ത്യജിച്ച് നമ്മുടെ ക്രൂശ് എടുത്ത് നമ്മൾ യേശുവിനെ അനുഗമിക്കണം. അപ്പോൾ നമ്മെ തന്നെ ത്യജിച്ച് നാം ക്രൂശ് എടുത്ത്, നമ്മുടെ ക്രൂശ് എടുത്ത് യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം നമ്മുടെ ശിഷ്യത്വ ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു കർത്താവിന്റെ മകനായി മകളായി മുമ്പോട്ട് പോയി നമുക്ക് മുമ്പോട്ട് നമ്മുടെ ക്രിസ്തീയത്തിൽ വളരണമെന്നുണ്ടെങ്കിൽ നാം പോകുന്ന ഓരോ സാഹചര്യത്തിലും നാം വീണ്ടും 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 നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് നിൽക്കുന്നത് നാം കാണാനായിട്ട് കഴിയും. പല സാഹചര്യങ്ങളിലും നമുക്കറിയാം ഇത് ദൈവത്തിന്റെ ഇഷ്ടമല്ല എന്നറിയാം. നിങ്ങൾ ചെറുപ്പക്കാരായിരിക്കാം, നിങ്ങൾ കോളേജിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു, നിങ്ങളുടെ പല സാഹചര്യങ്ങളിലേക്ക് പോകുന്നു, നിങ്ങളുടെ റൂമിലായിരിക്കുന്നു. ഞാനിപ്പോ എൻ്റെ സമയം ഞാൻ ഇത് വായിക്കുന്നത് ശരിയല്ല എന്ന് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ ഞാൻ ഇത് കാണുന്നത് ശരിയല്ല, ഞാൻ ഇത് സംസാരിക്കുന്നത് ശരിയല്ല. ഞാൻ എൻ്റെ ഈ ഉച്ച കഴിഞ്ഞ് ഞാനിപ്പോൾ വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന ഈ സമയത്ത് ഒരു സഹോദരി അവിടെ വീട്ടിലിരിക്കുമ്പോൾ, എന്നാ പിന്നെ ഇപ്പം ഫ്രീ ആണ്, പിള്ളേരൊക്കെ സ്കൂളിൽ പോയി, ഞാനിപ്പോൾ ഫ്രീ ആണല്ലോ, എന്നാ പിന്നെ ഞാൻ ഈ സീരിയൽ അങ്ങ് കണ്ടേക്കാം. ഓക്കെ. അപ്പം നിങ്ങളുടെ സീരിയലിനോടുള്ള ആ താല്പര്യം, നിങ്ങൾ ആ സീരിയൽ കാണുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഇങ്ങനെയുള്ള ഒരു കാര്യം കാണുന്നു. അപ്പൊ അത് കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ താല്പര്യമാണ്. പക്ഷെ ദൈവം അതാണോ ദൈവത്തിന്റെ ഇഷ്ടം? അവിടെ ദൈവത്തിന്റെ ഇഷ്ടം സ്കൂളിൽ പോയ ആ മകൾ അവരെ കുറിച്ചുള്ള ഒരു ഭാരത്തോടുകൂടി എന്നാൽ കുറച്ച് സമയം അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എനിക്ക് എന്തെങ്കിലും ഒന്ന് വായിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആത്മീയ പ്രയോജനമുള്ള ഒരു കാര്യം ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ സഭയിൽ കേട്ട ആ കാര്യങ്ങൾ ഒന്നുകൂടെ എനിക്ക് എത്രയോ സന്ദേശങ്ങളൊക്കെ യൂട്യൂബിലും അവിടെയും ഇവിടെയൊക്കെ ലഭ്യമാണല്ലോ, അതൊന്ന് കേട്ട് എൻ്റെ ആത്മീകമായിട്ടൊന്ന് വളരുവാനായിട്ട് എനിക്ക് ആ സമയം എടുക്കാം എന്നതായിരിക്കും ദൈവത്തിന്റെ ഹിതം. എന്നാൽ ആ ദൈവത്തിന്റെ ഹിതത്തിന് വിപരീതമായിട്ട് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ഇഷ്ടമാണ്, സ്വന്തം ഹിതം. എനിക്ക് ഇത് കാണണം, അതിനോടുള്ള എൻ്റെ താല്പര്യം, ആ സ്വന്തം ഹിതത്തെ ത്യജിക്കുക. അത് വേണ്ട. കർത്താവേ, ഈ സ്വന്തം ഹിതം എന്നെ അത് നാശത്തിലേക്ക് നയിക്കും, ഈ സ്വന്തം ഹിതം വേണ്ട, എനിക്ക് ദൈവത്തിന്റെ ഹിതം വേണം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഹിതത്തെ മാറ്റിവെക്കുമ്പോൾ, അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ട് താല്പര്യമുള്ള ഈ ഒരു കാര്യം ഞാൻ മാറ്റിവെക്കുമ്പോൾ എനിക്കൊരു വേദനയുണ്ട്. എനിക്ക് അത്ര എളുപ്പത്തിൽ അത് ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെയാണ് ഒരു ക്രൂശിന്റെ ഒരു മരണം ഞാൻ അനുഭവിക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടത്. എൻ്റെ സ്വന്തം ഇഷ്ടത്തെ ഞാൻ വേണ്ട എന്ന് വെച്ച് ദൈവത്തിന്റെ വഴിയിലേക്ക് പോകാനായിട്ട്, കർത്താവെ ഇത് വേണ്ട, കർത്താവെ എനിക്ക് അങ്ങയുടെ ഇഷ്ടം എനിക്ക് ഇവിടെ ചെയ്യണം, ഞാൻ ഇത് മാറ്റിവെക്കുന്നു, ഞാൻ അങ്ങയുടെ ഇഷ്ടത്തിനായിട്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. ഇതാണ് ഒരുവൻ എന്നെ പിൻപറ്റുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച്, തൻ്റെ ഇഷ്ടങ്ങളെ ത്യജിച്ച്, തൻ്റെ സ്വയ താല്പര്യങ്ങളെ ത്യജിച്ച്, ദൈവത്തിന് വിപരീതമായിട്ട് നിൽക്കുന്ന സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും വേണ്ട എന്ന് വെച്ച് ഞാൻ യേശുവിനെ പിൻപറ്റുന്നു, യേശുവിനെ പിൻഗമിക്കുന്നു. അപ്പൊ ഇത് നമുക്ക് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. അപ്പൊ ഈ കാര്യത്തിൽ നാം എല്ലാവരും തന്നെ വേണ്ടും വണ്ണം, ഒരുപക്ഷെ നമുക്ക് കുറച്ചൊക്കെ നമ്മൾ പുരോഗമിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് പുരോഗമിക്കാനായിട്ട് ഇനി ഒത്തിരി മേഖലകളുണ്ട്. ചില സമയത്ത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ നമുക്ക് ഈ ക്രൂശ് എടുക്കാനായിട്ട് എത്രയെത്ര മേഖലകളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മുടെ വ്യക്തിപരമായ ജീവിതം, നമ്മുടെ കുടുംബജീവിതത്തിനൊക്കെ പ്രാധാന്യം നൽകി നമ്മൾ പല കാര്യങ്ങൾ ചിന്തിച്ചു. നമ്മളെ കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ പല സമയങ്ങളിലും
കർത്താവെ, ഞാൻ ഇവിടെ മിണ്ടാതിരിക്കണം എന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടെ മിണ്ടാതിരിക്കുന്നതിന് പകരം പെട്ടെന്ന് ഉള്ളിൽ ഇത് പൊങ്ങി വരുന്നു. അത് പറഞ്ഞ് കഴിഞ്ഞാലേ ഒരു ആശ്വാസമുള്ളൂ. അപ്പൊ പറഞ്ഞു കിട്ടുന്ന ആശ്വാസം എവിടുന്ന് വരുന്നതാ? അത് സ്വന്തം ഇഷ്ടം പൂർത്തീകരിക്കുന്നതിന്റെ ഒരു സുഖമാണ്. ആ സുഖത്തെ വേണ്ട എന്ന് വെച്ച്, കർത്താവ് ഞാനിപ്പോ മിണ്ടാതിരിക്കാനായിട്ട് ഞാൻ ക്രൂശ് എടുക്കണം, എന്നാലേ പറ്റൂ. അവിടെ ഒരു വേദനയുണ്ട്. ഇപ്പൊ മിണ്ടാതിരിക്കാനായിട്ട് പറ്റുന്നില്ല. മിണ്ടാതിരിക്കുമ്പോൾ നാം അവിടെ ക്രൂശ് എടുക്കുകയാണ്, എന്റെ ഇഷ്ടം വേണ്ട എന്ന് വെക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിപ്പോയി. അപ്പൊ തെറ്റ് പറ്റി കഴിയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭർത്താക്കന്മാർക്കാണ്, പുരുഷന്മാര്, നമ്മളിപ്പോ ഈ പുരുഷന്മാരൊക്കെ എപ്പോഴും നമ്മളിപ്പോ ഇച്ചിരി വലിയ ആൾക്കാരാന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ ഈ യഥാർത്ഥത്തിൽ ഒന്നുമില്ല, പക്ഷെ നമ്മളൊക്കെ വലിയ വലിയ ആൾക്കാരാണെന്നാണ് നമ്മുടെ ചിന്ത. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, നമ്മുടെ വാക്കിലൊന്ന് തെറ്റും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയും. അപ്പൊ എന്തെങ്കിലും അത് കൊച്ചു കാര്യമായിരിക്കും. ഓക്കെ, നമ്മളിപ്പോ വണ്ടി ഓടിക്കുമ്പോൾ ഒരു സമയത്ത് മേ ബി ഒരു വളവില് ഇച്ചിരി കെയർഫുൾ അല്ലാതെ ഇച്ചിരി ഒന്ന് സ്പീഡിൽ പോയി എന്ന് വിചാരിക്കും. അപ്പൊ സ്പീഡിൽ പോകുമ്പോൾ സൈഡിലിരുന്ന് ഇപ്പൊ ഭാര്യയോ പിള്ളേരോ ആരെങ്കിലും നമ്മളോട് പറയുക, പക്ഷെ അവിടെ ഇച്ചിരി കൂടെ ശ്രദ്ധിച്ച് ഓടിച്ചാൽ നല്ലതായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ, അതെനിക്ക് ഇവിടെ കാണാമായിരുന്നു, എന്തെങ്കിലും ഒരു ന്യായീകരണം പറഞ്ഞ് നമ്മള് പിന്നെ ശരി നമുക്കത് ഇച്ചിരൂടെ ശ്രദ്ധിക്കാമായിരുന്നു എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ഒന്ന് വിനയപ്പെടുത്താൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് തെറ്റുപറ്റിപ്പോയി ഞാൻ സോറി, ഞാൻ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. അത് വീട്ടിൽ ഭാര്യയോട്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും ഒരു സംസാരിച്ച് നമ്മൾ ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ, അതായത് അതൊക്കെ അങ്ങനെ വേണോ, അതുകൊണ്ടല്ലേ, പിന്നെ അത് ഇച്ചിരി പറയാതിരുന്നാൽ എങ്ങനെ ശരിയാവുന്നേ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ന്യായീകരിച്ച്, നമുക്ക് പലപ്പോഴും കുടുംബജീവിതത്തിൽ നമ്മൾ കാണുന്നത് ഭർത്താക്കന്മാർക്ക് ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് തങ്ങളെ തന്നെ വിനയപ്പെടുത്തി പറയാനായിട്ട് പല ഭർത്താക്കന്മാർക്കും വളരെ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണത്? ഈ നമ്മളെ തന്നെ ത്യജിക്കാനായിട്ട് നമുക്ക് മനസ്സില്ല. നമ്മൾ ക്രൂശ് എടുക്കുന്നില്ല. നമുക്ക് ഇപ്പോഴും ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ വേറെ എന്തോ ആണെന്നുള്ളൊരു ധാരണയാണ്. ഇപ്പൊ നമുക്ക് മറ്റ് സഭകളിൽ നമുക്കറിയാം, അവര് മാലയിൽ ക്രൂശ് ഇട്ടുകൊണ്ട് വരും. അപ്പൊ ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ മാലയ്ക്കിൽ ഒരു ക്രൂശ് ഇടുന്നത്, കൊന്തയിൽ ഒരു ക്രൂശ് ഇടുന്നത്. പണ്ട് നമ്മളിവിടെ കേട്ടിട്ടുണ്ട്, ഇതൊരു കത്തോലിക്ക പള്ളിയിൽ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ പറഞ്ഞു, ഇതൊരു പ്രത്യേക ഞായറാഴ്ചയാണ്, ഈ പ്രത്യേക ഞായറാഴ്ച നിങ്ങൾ എല്ലാവരും കുരിശുമായിട്ട് വരണം, കുരിശ് എടുത്തുകൊണ്ട് കുരിശുമായിട്ട് നിങ്ങൾ വരണം എന്ന് പറഞ്ഞപ്പോ എല്ലാവരും ആ കുരിശുള്ള വലിയ കൊന്ത മാലയൊക്കെ ഇട്ട് വന്നപ്പോ ഒരു അച്ചായൻ അദ്ദേഹം അപ്പൊ നിങ്ങളുടെ കുരിശുമായിട്ട് നിങ്ങളൊക്കെ അൾത്താരയുടെ മുമ്പോട്ട് വരാൻ പറഞ്ഞപ്പോ അദ്ദേഹം പെട്ടെന്ന് ഈ സൈഡിൽ നിന്ന് മറ്റേ സൈഡിൽ പോയി തന്റെ ഭാര്യയെയും കൂട്ടിക്കൊണ്ട് മുമ്പോട്ട് പോയി. അപ്പം എന്നിട്ട് പറഞ്ഞു, അച്ചോ, ഇത് കഴിഞ്ഞ 50 വർഷമായിട്ടുള്ള എൻ്റെ കുരിശാണ്. അപ്പൊ ആ കുരിശും കൊണ്ട് അദ്ദേഹം മുമ്പോട്ട് പോയി. അപ്പൊ ആൾക്കാരുടെ വിചാരം ഇതൊക്കെയാണ്, എൻ്റെ കുരിശ് എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയാണ്, കുരിശ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവാണ്, കുരിശ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ പ്രത്യേക സാഹചര്യമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ കുരിശ് എന്ന് പറഞ്ഞാൽ ഇതല്ല. യഥാർത്ഥത്തിൽ എൻ്റെ ഭാര്യയോടുള്ള എൻ്റെ മനോഭാവത്തിൽ, എൻ്റെ ഭർത്താവിനോടുള്ള മനോഭാവത്തിൽ എൻ്റെ സ്വന്തം ഇഷ്ടത്തെ വേണ്ട എന്ന് വെച്ച് ഞാൻ ദൈവത്തിന്റെ ഇഷ്ടത്തിനായിട്ട് അവിടെ മരണത്തിന് എന്നെ തന്നെ ഏൽപ്പിക്കുമ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ കുരിശ് എടുക്കുന്നത്. നിങ്ങളെ തന്നെ താഴ്ത്തുമ്പോൾ, ഒരു സഹോദരി, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തെറ്റിപ്പോവാറില്ലേ? പലപ്പോഴും തെറ്റിപ്പോവാറില്ലേ? അപ്പൊ തെറ്റിപ്പോകുന്ന സമയത്ത് എനിക്ക് തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് നിങ്ങളുടെ ഭർത്താവിനോട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾക്ക് പറയാനായിട്ട് ഉള്ള താഴ്മ, അവിടെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തെ നിങ്ങൾ ത്യജിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ക്രൂശ് എടുക്കുന്നവരാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ക്രൂശ് എടുക്കുന്ന കാര്യത്തിൽ നമുക്ക് ഒത്തിരി വളരാനുണ്ട്. നമ്മള് ഈ രീതിയിൽ നമ്മൾ മുമ്പോട്ട് വളർന്നില്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മൾ ഒരു സ്ഥലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നത് പോലെയാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ നമുക്ക് ഈ കാര്യത്തിൽ, അപ്പൊ ചിലർ വിചാരിക്കുന്നത് ഈ ക്രൂശ് എടുക്കുന്നത് ഒത്തിരി ആത്മീയ ഭാഷ എടുത്തിട്ട് സ്വന്തം ഇഷ്ടം ചെയ്യുന്നവരുണ്ട്. അതായത് വീട്ടിലിപ്പം പ്രശ്നമാണ്, ഇപ്പൊ വീട്ടിൽ പ്രശ്നമാണ്, അപ്പൊ വീട്ടില് ഭാര്യയുമായിട്ട് അവിടെ ഇരിക്കാനായിട്ട് ഒരു സന്തോഷമില്ല. അപ്പൊ എന്നാ പിന്നെ അവിടെ ഇരുന്ന് ക്രൂശ് എടുത്ത് സമാധാനം ഉണ്ടാക്കി അവിടെ നല്ല രീതിയിൽ സന്തോഷത്തോടെ ആയിരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ അല്ലെങ്കിൽ മക്കൾക്കും അവർക്കൊരു അനുഗ്രഹമായിട്ട് അവിടെ നിൽക്കാൻ ദൈവം ആഗ്രഹിക്കും. അല്ല, എനിക്ക് സഹോദരന്മാരെ കാണണം. അപ്പൊ നമ്മള് എത്ര ആത്മീയമായിട്ടുള്ള കാര്യമാണ്, സഹോദരന്മാരെ കാണാൻ പോകും.
പക്ഷെ സ്വന്തം ഇഷ്ടമാ ചെയ്യുന്നത്. അതായത് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ട് സഹോദരന്മാരെ കാണാൻ വേണ്ടി പോകുന്നതും നമ്മൾ ക്രൂശിനെ ഒഴിവാക്കുന്നതാകാം. വീട്ടില് ഭാര്യയോടൊപ്പം അവിടെ ഒരു സഹായമായിട്ട് നിൽക്കുന്നതിന് പകരം നമ്മള് വലിയ സുവിശേഷ പ്രവർത്തനത്തിന് പോകുന്നത് നമ്മുടെ കുരിശിനെ ഒഴിവാക്കി സ്വന്തം ഇഷ്ടം ചെയ്യുന്നതാകാം. അപ്പൊ നമുക്ക് ഈ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള നമ്മുടെ മേഖലകളിലൊക്കെ കർത്താവെ, ഞാൻ കാൽവരി ക്രൂശിലെ അങ്ങയുടെ സ്നേഹത്തെ അറിഞ്ഞ് അങ്ങിലെ ക്രൂശിലൂടെയുള്ള പാപക്ഷമ അറിയുന്നത് മാത്രമല്ല, എൻ്റെ ദൈനംദിന ജീവിതത്തിൽ കർത്താവെ കുരിശെടുത്ത് എൻ്റെ സ്വന്തം ഇഷ്ടത്തെ വേണ്ട എന്ന് വെച്ച് അങ്ങയെ പിൻപറ്റുവാനായിട്ട് എന്നെ കൂടുതലായിട്ട് സഹായിക്കണമേ. ഞാൻ പലപ്പോഴും അതിന് വേണ്ടുവണ്ണം ഞാൻ ചെയ്തിട്ടില്ല കർത്താവെ, പലപ്പോഴും ഞാൻ തെറ്റിപ്പോകുന്നു. എന്നെ സഹായിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യത്തിൽ നമുക്ക് വളരുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോ ഇതാണ് ആദ്യം പറഞ്ഞ കാര്യം. രണ്ടാമതായിട്ട് നമുക്ക് നോക്കാം. രണ്ടാമതായിട്ട് ദൈവവചനമാണ്, സ്വേർഡ്. അപ്പൊ അവിടെ ആ ഒരു വാള് നിങ്ങൾക്ക് കാണാമല്ലോ, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലെ വാളാണ്. അപ്പൊ ഇതിനെ നമ്മൾ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളിൽ ഇവിടെ ആത്മാവിന്റെ വാൾ എന്ന് അവിടെ പറയുന്നുണ്ട്. അവിടെ ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും എന്ന് പറഞ്ഞ് നമ്മൾ എഫേസ്യ ലേഖനം 6-ന്റെ 17-18 വാക്യങ്ങളിൽ നമ്മൾ ദൈവവചനത്തെ ആത്മാവിന്റെ വാളായിട്ട് അവിടെ പറയുന്നു. പ്രാർത്ഥനയെ, സകല പ്രാർത്ഥനയും യാചനയും അത് ഒരു വാളായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നമ്മുടെ ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നത്, ഉദാഹരണത്തിന് നമ്മൾ നോക്കുക, നമുക്ക് വീണ്ടും ജനനം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? യോഹന്നാൻ 3:5 നാം വായിക്കുന്നു, അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ആ വെള്ളം എന്താണ്? ആ വെള്ളം ദൈവവചനമാണ്. അപ്പൊ ദൈവവചനത്തിന്റെ ഒരു വിത്ത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നിട്ടാണ് ഒരു വീണ്ടും ജനനം നമുക്കുണ്ടാവുന്നത്. എന്നാൽ ഈ ദൈവവചനം നമുക്ക് അങ്ങനെ ഒന്ന് കേട്ടു ഒരു വീണ്ടും ജനനം ഉണ്ടായി. പക്ഷെ ഈ ദൈവവചനം നമുക്ക് ദൈവവചനമാകുന്ന ഈ ആത്മാവിന്റെ വാൾ നമുക്ക് ഉപയോഗിച്ച് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് ആ വചനം കൂടുതൽ മനസ്സിലാക്കാൻ, ആ വചനത്തിലൂടെ കർത്താവിനെ കൂടുതൽ അറിയുവാൻ, ആ വചനം എനിക്ക് കൂടുതൽ ധ്യാനിക്കുവാൻ, അത് തേനിലും തേങ്കട്ടയിലും മധുരമുള്ളതായി മാറുവാൻ, എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമായി തീരുവാൻ, ദൈവത്തിൽ നിന്ന് എനിക്ക് ഗൈഡൻസും ദൈവത്തിൽ നിന്നുള്ള ആ രീതിയിൽ എന്നെ മുമ്പോട്ട് നയിക്കാനായിട്ട് ദൈവവചനം എനിക്ക് കൂടുതൽ എൻ്റെ ഉള്ളിൽ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കാനായിട്ട് നിന്റെ വചനം എൻ്റെ ഉള്ളിൽ ഞാൻ സൂക്ഷിക്കുന്നു. ചെറുപ്പക്കാരും മുതിർന്നവരുമായ നാം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ വചനത്തെ കൂടുതലായിട്ട് പ്രകാരം സൂക്ഷിക്കാനായിട്ട്, വചനം മനസ്സിലാക്കാനായിട്ട് നാം കൂടുതൽ ഉത്സാഹിക്കുന്നുണ്ടോ? ഇതുവരെ വേദപുസ്തകം ഒരു പ്രാവശ്യമെങ്കിലും മുഴുവനായിട്ട് വായിക്കാത്ത എത്ര പേരിവിടെ ഉണ്ട് എന്ന് ചോദിച്ചാൽ പല കൈകളും ചിലപ്പോൾ ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നില്ല. കർത്താവ് നമുക്ക് വ്യക്തിപരമായിട്ട് എഴുതി തന്ന ഒരു ലെറ്ററാണ് ഈ ദൈവവചനം. ഈ ദൈവവചനം വായിക്കാൻ, അത് ധ്യാനിക്കാൻ നമ്മൾ ഉത്സാഹിക്കുന്നുണ്ടോ? അതോ ഇവിടെ കുറച്ച് സഹോദരന്മാർ അവർ വന്ന് ദൈവവചനത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രസംഗിക്കും, പിന്നെ ഒരു ഡെയിലി ഡിവോഷൻ നമുക്ക് കേൾക്കും, അതൊക്കെ കേട്ട് നമുക്ക് അങ്ങ് മുമ്പോട്ട് പോവാം. ഞാൻ വ്യക്തിപരമായിട്ട് ദൈവവചനം വായിക്കാൻ, റെഗുലറായിട്ട് ദൈവവചനം വായിക്കാൻ, ആ ദൈവവചനത്തിൽ നിന്ന് എനിക്ക് കേൾക്കണം. അപ്പോൾ നമുക്കൊരു വെള്ളത്താലുള്ള ഒരു ജനനം ഉണ്ടായാൽ മാത്രം പോരാ, ഈ ദൈവവചനത്തെ നാം വ്യക്തിപരമായിട്ട് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും നാം ഉത്സാഹിക്കണം എന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. നമ്മള് മത്തായി 4:4 നാം വായിക്കുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടെ വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോ ഈ റിട്ടൺ ആയിട്ടുള്ള ദൈവവചനത്തിലൂടെ നാം വായിക്കുമ്പോൾ ദൈവം വ്യക്തിപരമായിട്ട് നമ്മോട് സംസാരിക്കും. ഒരു റേമായിട്ട് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഒരു വചനം നമ്മൾ കേൾക്കും. അങ്ങനെ കേട്ട് നമ്മൾ ബലപ്പെട്ട് വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ദൈവം നിങ്ങളോട് ദൈവവചനത്തിലൂടെ സംസാരിക്കാറുണ്ടോ? അങ്ങനെ സംസാരിക്കണമെങ്കിൽ ദൈവവചനം ഞാൻ വായിക്കണം, ദൈവവചനത്തിന്റെ മുമ്പിൽ ഞാൻ ഇരിക്കണം, ഞാൻ ധ്യാനിക്കണം. അപ്പൊ അതിനായിട്ട് പ്രിയ സഹോദരന്മാരെ, നമുക്ക് എത്രയധികം ഈ കാര്യത്തിൽ വളരാനായിട്ടുണ്ട്. കർത്താവെ, എനിക്ക് മുമ്പോട്ട് വളരണം. നമ്മുടെ പ്രാർത്ഥന, ഒരു ലളിതമായിട്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ആണ് നമുക്ക് വീണ്ടും ജനനത്തിന്റെ ഒരു അനുഭവം ഉണ്ടാവുന്നത് എന്ന് ഞാൻ ആദ്യം പറയുകയുണ്ടായി. എന്നാൽ തുടർന്ന് നമുക്ക് ഈ പ്രാർത്ഥനയിൽ എത്രയധികം വീണ്ടും മുമ്പോട്ട് പോകാനായിട്ടുണ്ട്, പ്രാർത്ഥനയിൽ എത്രയധികം ദൈവത്തെ വ്യക്തിപരമായിട്ട് അറിയാൻ,
കർത്താവിനോടുള്ളപ്പം കർത്താവിനോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രക്ഷിക്കപ്പെടാതിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഭാര്യമാർക്ക് വേണ്ടി, ഭർത്താക്കന്മാർക്ക് വേണ്ടി, നമ്മുടെ സഭയിലുള്ള സൗരസന്മാർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി, നമ്മുടെ തന്നെ വ്യക്തിപരമായ ആത്മീയ ജീവിതത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാനായിട്ട് നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാനായിട്ട് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, പത്രോസിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് പലപ്പോഴും ഞാൻ പരീക്ഷയിൽ പെട്ടെന്ന് വീണുപോകുന്നു, എനിക്കൊരു ജാഗ്രതയില്ല, ഒരു പ്രാർത്ഥനയുടെ ആത്മാവ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറയുന്നത് ഞാൻ കാണുന്നു. നമ്മൾ എത്ര സമയം ഒന്നിച്ച് നാം ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനപ്പുറത്ത് ഇവിടെ നാം ദൈവവചനത്തിൽ വായിക്കുന്നു, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. 1 തെസ്സലോനിക്കർ 5:17 ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഞാൻ പോകുമ്പോൾ, ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഞാൻ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ ഓരോ കാര്യങ്ങൾ എൻ്റെ മുമ്പിലുള്ളപ്പോൾ, കർത്താവെ സഹായിക്കണേ, എന്നെ കൊണ്ട് പറ്റത്തില്ല, കർത്താവെ സഹായിക്കണമേ, ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു എന്നുള്ള നമ്മുടെ ഉള്ളത്തിലുള്ള ഒരു പ്രാർത്ഥനയും ഒരു കരച്ചിലും അത് നമുക്ക് തുടർമാനമായിട്ടുണ്ടോ? അവിടെ പറയുന്നു, നമ്മൾ യോഹന്നാൻ 15:5 വാക്യം, അവിടെ കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടില്ലാതെ ഫലം കായ്ക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ പശ്ചാത്തലത്തിൽ പറയുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ കർത്താവെ, എനിക്ക് അങ്ങ് സഹായിച്ചിട്ടില്ലാതെ പറ്റില്ല, കർത്താവെ എന്നെ സഹായിക്കണമേ, ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. ഇതൊരു പ്രാർത്ഥനയുടെ ഒരു മനോഭാവമാണ്. അപ്പൊ നമുക്ക് ദൈവവചനം വായിക്കുന്നതിൽ, ദൈവവചനം ധ്യാനിക്കുന്നതിൽ, ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കാനും പ്രാർത്ഥിക്കാനും, ഇതിനൊക്കെ കർത്താവെ എനിക്ക് മുമ്പോട്ട് പോകണം, എന്നെ സഹായിക്കണം, വ്യക്തിപരമായിട്ട് അങ്ങേ അറിയണം. നമുക്ക് അനേക വർഷങ്ങളായിട്ട് ഇവിടെയുള്ള പ്രിയ സൗരസന്മാരെ, നിങ്ങളപ്പോ എല്ലാം ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് എനിക്ക് കിട്ടുന്നതിനപ്പുറത്ത് വ്യക്തിപരമായിട്ട് എനിക്ക് കർത്താവെ ആ രീതിയിൽ അങ്ങയുടെ വചനം ഇതുവരെ ഒരു പ്രാവശ്യം പോലും ദൈവവചനം മുഴുവനായിട്ട് വായിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും കർത്താവെ, ഇതൊരു ഉള്ളിൽ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ചെറുപ്പ കാലങ്ങളിൽ രക്ഷിക്കപ്പെട്ട ആ സമയത്ത് പല ആവർത്തി അന്ന് വായിക്കാനും ആ രീതിയിൽ ദൈവവചനം വീണ്ടും അന്ന് ഒരു 1 ഇയറിന്റെ ടൈം ടേബിൾ ഉപയോഗിക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത വർഷം വീണ്ടും 1 ഇയർ ബൈബിൾ, അല്ലെങ്കിൽ ഒരു 3 വർഷം കൊണ്ട് വേദപുസ്തകം വായിച്ച് അങ്ങനെ സ്ലോലി വായിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസിപ്ലിൻ നമുക്ക് ഉണ്ടാവണം, നമുക്ക് ദൈവവചനം വായിക്കാനായിട്ട്. ഞാൻ ഈ വർഷം ഒരു ഓഡിയോ ബൈബിൾ കിട്ടി. അപ്പോൾ ബൈബിൾ കേൾക്കുകയും ഇങ്ങനെ അത് സ്ക്രീനിൽ കാണുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഓക്കെ, എപ്പോഴും വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് കേൾക്കാം. അപ്പൊ ദൈവവചനം നമുക്ക് കേൾക്കാൻ, അപ്പൊ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ വായിക്കാനും ഇത് കേൾക്കാനും ദൈവവചനത്തെ കൂടുതൽ നമ്മുടെ ഉള്ളത്തിലേക്ക് നമ്മൾ എടുക്കണം. ദൈവം അതിനായിട്ട് നമ്മെ ഈ രീതിയിൽ നമുക്ക് ദൈവവചനം, പ്രാർത്ഥന, ഇത് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ഒരു അടിസ്ഥാനമാണ്. അപ്പൊ അത് നമുക്ക് തുടക്കത്തിൽ മാത്രം ഉണ്ടായാൽ പോരാ, നമുക്ക് ആ കാര്യത്തിൽ നമുക്ക് വളരണം, അതിനുള്ള ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടാവണം. നമുക്ക് എത്രയോ റിസോഴ്സസ് നമുക്കുണ്ട്. നമ്മുടെ CFC വെബ്സൈറ്റിൽ ബസാക്ലറും ഒക്കെ എപ്പോഴും പറയും, എത്രയോ എഫേർട്ട് എടുത്ത് ഈ ദൈവദാസന്മാരൊക്കെ ത്രൂ ദ ബൈബിൾ എന്ന് പറഞ്ഞ ബൈബിളിലൂടെ മുഴുവൻ പുസ്തകങ്ങളുടെയും ഒരു ചുരുക്കമുണ്ട്. നമ്മളെല്ലാവരും അത് മുഴുവനും കേട്ടിട്ടുണ്ടോ? നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കണം. ആ ത്രൂ ദ ബൈബിളിന്റെ പുസ്തകം ഇവിടെയുണ്ട്, മലയാളത്തിൽ തർജ്ജിമ ചെയ്ത പുസ്തകം ഇവിടെയുണ്ട്. അപ്പോ അത് പുസ്തകം വേണമെങ്കിൽ എടുത്ത് വായിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അത് ഓഡിയോ ആയിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. പല വേദപുസ്തക ബൈബിൾ സ്റ്റഡീസ് ഉണ്ട്, അതിന്റെ ഓഡിയോ ഒക്കെ നമ്മുടെ വെബ്സൈറ്റുകളിലുണ്ട്. ജീവമൊഴികളിൽ നോക്കിയാൽ പലതും കാണാം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തിപരമായിട്ട് ഇതിനുവേണ്ടി നമുക്കൊരു ഉത്സാഹം ഈ ദിവസങ്ങളിൽ, എത്രയോ പുസ്തകങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, ഈ പുസ്തകങ്ങൾ എടുക്കാനും വായിക്കാനും ആ രീതിയിൽ നമുക്ക് ഒരു ഉത്സാഹം കാണിക്കാം. ദൈവത്തിൽ കേന്ദ്രീകരിച്ച പ്രാർത്ഥന എന്ന പുസ്തകം നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പ്രാർത്ഥനയിലാണെങ്കിലും നമ്മളൊക്കെ നേരത്തെ എപ്പോഴും കൂടുമ്പോൾ പ്രാർത്ഥിക്കുന്നതെല്ലാം നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അപ്പൊ പ്രാർത്ഥനയിൽ ഇപ്പൊ നമുക്കൊരു പുരോഗതിയുണ്ട്. അപ്പൊ ആ പുരോഗതി എന്ന് പറയുമ്പോൾ നമ്മൾ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല ഇപ്പൊ പ്രാഥമികമായിട്ട് പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ ആത്മീകമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെയാണ് ദൈവത്തിൽ കേന്ദ്രീകരിച്ച പ്രാർത്ഥന. അപ്പൊ ഇതിലൊക്കെ നമുക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ദൈവത്തോട് അടുക്കുന്നതിനും ആ രീതിയിലുള്ള ഒരു മാറ്റം നമ്മുടെ ദൈവവചന ധ്യാനത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ഉണ്ടാകുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്തതായിട്ടുള്ള നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ഒരു അടിസ്ഥാനമാണ് ദൈവസഭ, അല്ലെങ്കിൽ ചർച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൂട്ടായ്മ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 47-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പൊ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു വീണ്ടും ജനനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ ദൈവം സഭയോട് ചേർക്കുന്നു. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി.
അപ്പൊ സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ സഭ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, അതൊരു ബിൽഡിംഗ് അല്ല. സഭ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആലയമല്ല. സഭ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട ആളുകളുടെ ഒരു കൂട്ടമാണ്. അപ്പൊ രക്ഷിക്കപ്പെട്ട ആളുകളുടെ ഒരു കൂട്ടത്തിലേക്കാണ് ദൈവം നമ്മെ ചേർക്കുന്നത്. അപ്പൊ അതിന് ദൈവവചനത്തിൽ പല ഉദാഹരണങ്ങളുണ്ട്. അതൊരു കെട്ടിടം പോലെയാണ്. അപ്പൊ ഒരു ബ്രിക്കിനോട് മറ്റൊരു ബ്രിക്ക് ചേർത്ത് സിമെന്റ് ചെയ്ത് ഓരോ വ്യക്തിയും ഞാൻ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും ഒക്കെ മാറ്റിവെച്ച് എന്നിൽ നിന്ന് വ്യത്യസ്തനായ ഒരു സഹോദരനോട് സഹോദരിയോട് അവരോട് ചേർന്ന് പണിയപ്പെടുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അത് ഒരു ബിൽഡിംഗ്, അത് ദൈവസഭയുടെ അല്ലെങ്കിൽ ഒരു കെട്ടിടം പണിയുന്നത് ഒരു ദൈവസഭയുടെ പണിയുടെ ഒരു മാതൃകയാണ്. അല്ലെങ്കിൽ പല ഗോതമ്പ് മണികളായി വ്യത്യസ്തരായ ആളുകൾ, അവരെല്ലാം തങ്ങളെ തന്നെ തങ്ങളുടെ ഐഡന്റിറ്റിയെ നഷ്ടപ്പെടുത്താനായിട്ട് തയ്യാറായി ആ ഇടിച്ച് പൊടിച്ച് ഒരു അപ്പത്തിന്റെ ഭാഗമായി തീർന്നു, ഒരു ബ്രെഡ്. അതുകൊണ്ടാണ് നമ്മൾ അപ്പം മുറിക്കുന്നത്, ഒരു അപ്പത്തിന്റെ ഭാഗമായി തീർന്നു. അത് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു സാദൃശ്യമാണ്. അല്ലെങ്കിൽ ഇതാ ക്രിസ്തു പറയുന്നു, സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ്. ക്രിസ്തുവിന്റെ ശരീരം, ആ ക്രിസ്തുവിന്റെ ശരീരത്തിൽ വ്യത്യസ്തരായ ആളുകളെല്ലാം ചേർന്ന് ഒരു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി തീരുന്നു. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇപ്രകാരം ഒരു ദൈവസഭയുടെ ഭാഗമായി ആദ്യം നമ്മൾ തീർന്നിട്ടുണ്ടോ? അതോ ഇപ്പോഴും നമ്മൾ അവിടെയും ഇവിടെയും രണ്ട് സ്ഥലത്തും കാലും വെച്ച് നമ്മൾ പോകുന്നവരാണോ? നമുക്ക് യഥാർത്ഥത്തിൽ ഒരു നിലപാടെടുത്ത് കർത്താവെ, ദൈവവചനപ്രകാരമുള്ള ഒരു സഭയുടെ ഭാഗമായിട്ട് എനിക്ക് തീരണം. എൻ്റെ ബന്ധുക്കളുടെയോ എൻ്റെ സുഹൃത്തുക്കളുടെയോ ആരുടെയും കർത്താവ് ഒരു അഭിപ്രായമല്ല, മനുഷ്യരുടെ പാരമ്പര്യമല്ല. നമ്മള് മർക്കോസ് 7-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു നാം വായിക്കുന്നുണ്ട്. അവര് മനുഷ്യരുടെ പാരമ്പര്യത്തെ പിൻപറ്റി ദൈവവചനത്തെ അവർ നിസ്സാരവൽക്കരിച്ചു, ദൈവവചനത്തെ അവർ അവഗണിച്ചു. നമ്മൾ മനുഷ്യരുടെ പാരമ്പര്യത്തിന്റെ പുറകെ പോയി ദൈവവചനത്തെ നാം അവഗണിക്കരുത്. ദൈവത്തിനായിട്ട് ഒരു നിലപാട് എടുക്കുക. ഒരു നിലപാടെടുത്ത് രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ദൈവസഭയുടെ ഭാഗമായി തീരുക. ദൈവസഭയുടെ ഭാഗമായി തീർന്ന് അവിടെ നാം നമ്മിൽ നിന്ന് വ്യത്യസ്തരായ സഹോദരി സഹോദരന്മാരോട് ചേർന്ന് ഒരു കൂട്ടായ്മ കണ്ടെത്തുക. ആ കൂട്ടായ്മ കണ്ടെത്തി ആ കൂട്ടായ്മയിലൂടെ മാത്രമാണ് നമുക്ക് ആത്മീകമായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ഒരു വളർച്ചയുടെ വഴി. അപ്പൊ ഇതിനകത്തും ഈ കൂട്ടായ്മയിൽ നമുക്ക് എത്രയധികം വീണ്ടും വളരാനായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു കൂട്ടായ്മ ലഭിക്കുന്നത് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളിൽ സഹോദരന്മാര് അവർക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബ്രദറെ ഞാൻ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവശ്യം വരുമ്പോൾ ഒരു സഹായം, അവര് എന്തെങ്കിലും ഒരു സഹായം പ്രാർത്ഥന നമ്മെ വിസിറ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ കൂട്ടായ്മയുടെ ആദ്യം നമുക്ക് ലഭിക്കുന്ന ചില കാര്യങ്ങൾ. എന്നാൽ അതിനപ്പുറത്ത് ഈ കൂട്ടായ്മയിലൂടെ എന്നിൽ നിന്ന് വളരെ വ്യത്യസ്തനായ ഈ സഹോദരനോട് ഞാൻ കൂട്ടായ്മ ആചരിക്കുന്നതിലൂടെ, അവനോട് ഞാൻ സമയം ചെലവഴിക്കുന്നതിലൂടെ എൻ്റെ സ്വന്തം ഇഷ്ടം പല കാര്യങ്ങളിലും അവിടെ തകർക്കപ്പെടാനും നുറുക്കപ്പെടാനും, നമ്മളെ തകർക്കാനായിട്ട് ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മുഖാന്തരം എന്ന് പറയുന്നത് ഈ കൂട്ടായ്മയാണ്. അത് തുടങ്ങുന്നത് നമ്മുടെ വീട്ടിലാണ്. നമ്മിൽ നിന്നും തികച്ചും വ്യത്യസ്തരായ ഒരു ഭാര്യയെ ഭർത്താവിനെ ദൈവം തന്നിരിക്കുന്നു. അപ്പൊ ഞാൻ ഈ ഭാര്യയോ ഭർത്താവിനെയോ ഒക്കെ നിസ്സാരവൽക്കരിച്ച് അവര് പറയുന്നതെല്ലാം അവഗണിച്ച് ഞാൻ മുമ്പോട്ട് പോയാൽ ഞാൻ ഒരിക്കലും നുറുക്കപ്പെടുകയില്ല, ഒരിക്കലും ഞാൻ തകർക്കപ്പെടുകയില്ല. എന്നാൽ തുടർന്ന് നമ്മുടെ വീട്ടിൽ ആരംഭിച്ച് നമ്മുടെ ദൈവസഭയിലേക്ക് വന്ന് നമുക്ക് അവിടെ ചിലപ്പോൾ നമുക്ക് ചില സഹോദരന്മാർ ചിലപ്പോൾ നമ്മളോട് എന്തെങ്കിലും പറയും. ഓക്കെ, അവരിൽ നിന്ന് അവരെ ഈൽഡ് ചെയ്യാനും അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവത്തിന് കീഴ്പ്പെട്ട് കൊടുക്കുക, ദൈവത്തിന് കീഴ്പ്പെട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മറ്റ് സഹോദരി സഹോദരന്മാരെയും വിലമതിക്കുക. അവർക്ക് നമ്മൾ ചില സാഹചര്യങ്ങൾ നാം വിട്ടുകൊടുക്കുക, ഈൽഡ് ചെയ്ത് കൊടുക്കുക. ദൈവം അതാണ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് നമ്മൾ ഈൽഡ് ചെയ്ത് കൊടുക്കണം. ദൈവം നമ്മോട് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ സഭയിൽ നമ്മൾ ഈൽഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വിധേയപ്പെട്ട് കൊടുക്കുക. അപ്പൊ അവിടെയാണ് നമ്മൾ വിധേയപ്പെട്ട് കൊടുക്കേണ്ടത്. പക്ഷെ പലപ്പോഴും നമ്മൾ വിധേയപ്പെട്ട് കൊടുക്കുന്നത് എവിടെയാണ്? പാപത്തിനും ലോകത്തിനും നമ്മൾ വിധേയപ്പെട്ട് കൊടുക്കും. അപ്പോ നമ്മള് ഈൽഡ് നോട്ട് ടു ടെംപ്റ്റേഷൻ എന്നൊരു പാട്ടുണ്ട്. നമ്മൾ പ്രലോഭനത്തിന് നമ്മൾ ഈൽഡ് ചെയ്ത് കൊടുക്കരുത്, പ്രലോഭനത്തിന് നമ്മൾ വിധേയപ്പെട്ട് കൊടുക്കരുത്. പക്ഷേ അവിടെയാണ് പലപ്പോഴും വിധേയപ്പെട്ട് കൊടുക്കുന്നത്. വിധേയപ്പെട്ട് കൊടുക്കേണ്ടത് ആർക്കാണ്? ദൈവത്തിന് വിധേയപ്പെട്ട് കൊടുക്കണം, ദൈവസഭയ്ക്ക് വിധേയപ്പെട്ട് കൊടുക്കണം, നമ്മുടെ വീട്ടിൽ നമ്മൾ വിധേയപ്പെട്ട് കൊടുക്കണം. അപ്പോ നമുക്ക് ആ രീതിയിലുള്ള ഒരു കൂട്ടായ്മയിലൂടെയുള്ള ഒരു ആത്മീയ പ്രയോജനം, ഒരു നുറുക്കം, അതിലേക്ക് ദൈവം നമ്മെ നയിക്കട്ടെ. നമ്മൾ എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നമ്മെ ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ദൈവം നമ്മെ ഒന്നിച്ച് ആ രീതിയിൽ ദൈവം പണിയുകയാണ്. നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ആ നേച്ചർ ഒക്കെ മാറുവാനായിട്ട് ദൈവം നമ്മെ ചേർത്ത്
പണിയുകയാണ്. എന്നാൽ ഈ പണിക്ക് നമ്മൾ വിധേയരായി കൊടുക്കാതെ നമ്മളെ ആരും തുടരുത്, എന്നെ ആരും സ്പർശിക്കരുത് എന്ന് പറഞ്ഞ് തനിയേ ഇരിക്കുന്നുവെങ്കിൽ നമ്മൾ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? 24-ാം വാക്യം, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാവും. അപ്പോ നമ്മള് ഇതിനൊന്നും ആരും പറയുന്നതിന് ഈൽഡ് ചെയ്യാതെ, ആരും എന്നെ തൊടാതെ ഇരിക്കണം, തൊടാതെ സ്പർശിക്കാൻ അനുവദിക്കാതെ നിൽക്കുമ്പോൾ നമ്മള് നിലത്ത് വീണ് ചാകാനായിട്ട് നാം തയ്യാറല്ല. അപ്പൊ അങ്ങനെയെങ്കിൽ നാം എപ്പോഴും ഒരു ഒറ്റയാനായിട്ടിരിക്കും. നമ്മുടെ ജീവിതം ഒരു പ്രയോജനമുള്ള ജീവിതമായി മാറുകയില്ല. എന്നാൽ നമുക്ക് ആ രീതിയിൽ ദൈവം അനുവദിക്കുന്ന സാഹചര്യങ്ങളുടെ മുമ്പാകെ നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുത്ത് ഈൽഡ് ചെയ്ത് നിലത്ത് വീണ് ചാകാനായിട്ട്, കർത്താവ് എൻ്റെ ഐഡന്റിറ്റി, എൻ്റെ പേര്, എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഇത് സാരമില്ല കർത്താവെ എന്ന് പറഞ്ഞ് ഞാൻ കുറയണം കർത്താവെ, അങ്ങ് വളരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ നാം ഈ വഴിയെ മുമ്പോട്ട് പോകുന്നുവെങ്കിൽ, ക്രൂശിന്റെ മാർഗത്തിൽ മുമ്പോട്ട് പോകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം അത് ഫലകരമായ ഒരു ജീവിതം ആയിത്തീരും എന്ന് നാം അവിടെ വായിക്കുന്നല്ലോ. അപ്പോ അഗെയിൻ ഈ ദൈവസഭയുടെ മറ്റൊരു സാദൃശ്യം നമ്മൾ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ വായിക്കുന്നു. ശരീരം ഒന്ന്, അവയവം പലതും, എന്നാൽ ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തു. അപ്പൊ ക്രിസ്തുവിൽ വ്യത്യസ്തരായി, ഇവിടെ മതമില്ല, ജാതിയില്ല, ഇവിടെ പ്രത്യേകമായ ഏതെങ്കിലും ഇന്ന ജാതി, ഇന്ന ഒന്നുമില്ല. എല്ലാവരും ഒരുപോലെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംഗങ്ങൾ, ഓരോരുത്തരെയും വിലമതിക്കുവാൻ ആ രീതിയിൽ നമുക്ക്, അതാണ് യഥാർത്ഥത്തിലുള്ള ദൈവസഭ. ഈ ദൈവസഭയുടെ ഒരു മാധുര്യവും നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കൂടുതലായിട്ട് നമുക്കിതിൽ വളരാനായിട്ടുണ്ട്. ആ രീതിയിൽ ദൈവം ഈ കാര്യത്തിലും ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് അവസാനമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ മറ്റൊരു അടിസ്ഥാനമാണ്. പരിശുദ്ധാത്മാവ്, നാം വീണ്ടും ജനിച്ചപ്പോൾ നമ്മുടെ വീണ്ടും ജനനത്തിൽ നാം വെള്ളത്താലും ആത്മാവിനാലുമാണ് നാം വീണ്ടും ജനിക്കപ്പെട്ടത് എന്ന് യോഹന്നാൻ 3-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ആ വെള്ളം എന്ന് പറയുന്നത് ദൈവവചനമായിരുന്നു. ആത്മാവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാലാണ് നമുക്ക് ഒരു പാപബോധം ഉണ്ടായത്. പരിശുദ്ധാത്മാവിനാലാണ് നമുക്കൊരു വീണ്ടും ജനനത്തിന്റെ പ്രേരണ ആ രീതിയിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടായത്. എന്നാൽ നമുക്ക് തുടർന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ലൂടെയുള്ള പാപബോധം നമുക്കുണ്ടാവണം. ദൈവത്തിന്റെ ആത്മാവിലൂടെ നമുക്ക് സകല സത്യത്തിലേക്കും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ വഴി നടത്തണം. ദൈവത്തിന്റെ ആത്മാവിലൂടെ നമുക്ക് ഗൈഡൻസ് നമുക്ക് ലഭിക്കണം. ദൈവത്തിന്റെ ആത്മാവിന്റെ ആ രീതിയിൽ, അത് മാത്രമല്ല, നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നും ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പൊ നമ്മുടെ ആത്മാവിന്റെ ഒരു പ്രവൃത്തിയിലൂടെയാണ് നാം രക്ഷിക്കപ്പെടുന്നത്. തുടർന്ന് ആത്മാവ് നമ്മെ സകല സത്യങ്ങളിലും വഴി നടത്തുവാനായിട്ട് ദൈവം, നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മോട് സംസാരിക്കുകയും നാം കേൾക്കുന്ന വചനത്തിലൂടെയൊക്കെ നമ്മോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിനും അപ്പുറത്ത് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ, ശക്തിയുടെ ഒരു അനുഭവം ദൈവവചനത്തിൽ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. നമുക്കറിയാം, ഈ പത്രോസും ശിഷ്യന്മാരൊക്കെ പലരും അവർ പേടിച്ച്, അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അവർക്ക് ആത്മാവിന്റെ അവരുടെ മേൽ ഊതിയിരുന്നു. അവർക്ക് ആത്മാവിന്റെ ഒരു അനുഭവം അവർക്കുണ്ടായിരുന്നു. എന്നാൽ അതിനപ്പുറത്ത് അവരുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ഒരു നിറവ് ഉണ്ടായതിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നമുക്കറിയാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച് യെരൂശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് നാം വായിക്കുന്നു. അപ്പോ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നതിനെ കുറിച്ച് ഇവിടെ വായിക്കുന്നു. അപ്പൊ എന്തിനു വേണ്ടിയുള്ള ഒരു ശക്തിയാണ്? പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുന്നു. ആ ശക്തി എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ഒരു സാക്ഷിയായിട്ട് നിൽക്കുവാനുള്ള ഒരു ശക്തി, നമ്മെ തുടർമാനമായിട്ട് പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചില പാപങ്ങളുടെ മേലുള്ള ഒരു ജയത്തിന്റെ വേണ്ടിയുള്ള ഒരു ശക്തി. ആ രീതിയിൽ നമുക്ക്, കർത്താവ് എനിക്കൊരു ശക്തി വേണം, എനിക്കൊരു ബലം വേണം, എനിക്ക് ബലമില്ലാത്തവനായിട്ട് ഞാൻ ഇരിക്കുന്നു. ആ രീതിയിൽ കർത്താവെ എനിക്കൊരു ആത്മാവിന്റെ ഒരു നിറവിന്റെ ഒരു അനുഭവം എനിക്ക് വേണം. അത് ദൈവവചനത്തിൽ പറയുന്നുണ്ട്. അത് നമുക്ക് ഇതുവരെ ഇല്ല എന്നുണ്ടെങ്കിൽ കർത്താവെ അതിനുവേണ്ടിയുള്ള ഒരു ആവൽ, ഒരു ആഗ്രഹം, കർത്താവ് എനിക്ക് ഇത് പോരാ, എനിക്കിപ്പം ആത്മാവിന്റെ ഒരു ജനനം എനിക്കുണ്ടായി, ആത്മാവ് എന്നെ ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ ബോധപ്പെടുത്തുന്നുണ്ട്, എന്നെ മുമ്പോട്ട് നയിക്കുന്നുണ്ട്. പക്ഷെ അതിനും അപ്പുറത്ത് എനിക്ക് ആത്മാവിന്റെ ഒരു നിറവ്. ഇന്ന് പലപ്പോഴും നമ്മുടെ ചുറ്റിനും ഇതിന്റെ ഒരു തെറ്റായ ഒരു മാതൃകകൾ നമ്മുടെ ചുറ്റിനും ഉള്ളതുകൊണ്ട് പലപ്പോഴും യഥാർത്ഥത്തിലുള്ള ഒരു ആത്മാവിന്റെ നിറവിന്റെ പുറകെ പലരും
നമ്മൾ വേണ്ടുവണ്ണം അന്വേഷിക്കുന്നില്ല. നമ്മളൊരു തെറ്റിനെ കണ്ട് തെറ്റിൽ നിന്നും അങ്ങ് മാറി ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് പെന്റക്കോസ്റ്റൽ ഗോളത്തിൽ ആത്മാവിന്റെ നിറവ് വേണം, നിറവ് വേണം, നിറവ് വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പാസ്റ്റർമാര് തലയിൽ കൈവയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് ആ രീതിയിൽ പെട്ടെന്ന് ആൾക്കാർ അന്യഭാഷയിൽ സംസാരിക്കുന്നു. ഇതെല്ലാം അന്യഭാഷയിലൊക്കെ സംസാരിക്കുന്നതിൽ അന്യഭാഷയിൽ സംസാരിച്ച് മീറ്റിങ്ങിലൊക്കെ വലിയ അന്യഭാഷയിൽ സംസാരിക്കും. പക്ഷെ വീട്ടിൽ പോയി മാതൃഭാഷയിൽ ഭാര്യയോട് വഴക്കുണ്ടാക്കും, ഭർത്താവിനോട് വഴക്കുണ്ടാക്കും, ഒച്ച വയ്ക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് ഒരു തെറ്റായ ആത്മാവാണ് എന്നുള്ള അതുകൊണ്ട് ഇതൊരു ഈ വലിയ വലിയ അന്യഭാഷയിൽ സംസാരിക്കുന്ന വലിയ ആത്മാവിന്റെ നിറവ് അവകാശപ്പെടുന്ന ആൾക്കാർ അവർ അന്യോന്യ സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നു. ഇലക്ഷനും പ്രശ്നങ്ങളും അന്യോന്യം വഴക്കും ഉണ്ടാക്കുന്നു. അപ്പൊ ഇതെന്തോ എവിടെയോ ഒരു പ്രശ്നമുണ്ട്, എവിടെയോ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ആത്മാവ്. അത് യേശു ക്രിസ്തു തന്നെ താൻ താഴ്ത്തി സ്നാനത്തിൽ യോർദാനിൽ ഇറങ്ങിയ സമയത്താണ് അവന്റെ മേൽ ആത്മാവ് ഇറങ്ങി വന്നത്. അതൊരു അടയാളമാണ്. നമ്മളെ തന്നെ താഴ്ത്തുമ്പോൾ, ഈ ക്രൂശിന്റെ മാർഗത്തിൽ നടക്കുമ്പോൾ, അവിടെയാണ് യഥാർത്ഥത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു പരിശുദ്ധാത്മാവിന്റെ നിറവ് എനിക്ക് വേണം. ആ യഥാർത്ഥത്തിലുള്ള ഒരു പരിശുദ്ധാത്മാവിന്റെ നിറവ് കർത്താവേ, ആ നിറവ് എന്നെ ശക്തീകരിക്കും. ആ ശക്തീകരിക്കുമ്പോൾ എനിക്ക് എന്റെ ജീവിതത്തിൽ എന്നെ തളർത്തുന്ന എന്റെ ലൈംഗിക മോഹത്തിൽ നിന്ന്, എന്റെ കോപത്തിൽ നിന്ന്, എന്റെ കർത്താവെ ഈ തെറ്റായ പല സ്വഭാവങ്ങളിൽ നിന്ന് എനിക്കൊരു വിജയം നൽകുന്ന അങ്ങയുടെ ആത്മാവിന്റെ ശക്തി എന്റെ മേൽ പകരണമേ കർത്താവെ. എനിക്ക് എന്റെ കൂട്ടുകാരുടെ മുമ്പിൽ ഞാൻ ആയിരിക്കുന്ന എന്റെ സമൂഹത്തിൽ എനിക്ക് കർത്താവെ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉറച്ചു നിന്ന് പറയുവാൻ പോലും കഴിയാത്ത എന്റെ പേടിയിൽ നിന്ന് എന്നെ വിടുവിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ എനിക്ക് നൽകണമേ കർത്താവെ. എനിക്ക് വേണം കർത്താവ്, എനിക്ക് വേണം, എനിക്ക് മുമ്പോട്ട് പോകണം. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വരുമ്പോൾ അത് ചിലപ്പോ അത് അന്യഭാഷയുടെ ഒരു അടയാളത്തോടു കൂടി ആയിരിക്കാം, ചിലപ്പോൾ അന്യഭാഷയുടെ അടയാളം ഇല്ലാത്തതായിരിക്കാം. പക്ഷെ എനിക്ക് വേണ്ടത് അന്യഭാഷയല്ല, എനിക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. എന്റെ ജീവിതത്തെ മാറ്റുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി, എന്റെ ഉള്ളിൽ ബലം പകരുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി, എന്റെ പേടിയെ മാറ്റുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഈ ശക്തിക്കായിട്ടുള്ള ഒരു ദാഹം, ഒരു ആഗ്രഹം പ്രിയ കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. കർത്താവ്, ഇത് എനിക്ക് ആ രീതിയിലുള്ള ഒരു അനുഭവം എനിക്ക് ഇതുവരെ ഇല്ലെങ്കിൽ എനിക്ക് ഉണ്ടാവണം. കർത്താവ് ആ രീതിയിൽ ഇത്രയും പ്രധാനമായിട്ട് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോ പറഞ്ഞിരിക്കുമ്പോൾ എനിക്കത് വേണം കർത്താവെ. നമ്മൾ വേണമെന്ന് പറഞ്ഞ് ആഗ്രഹിക്കുമ്പോൾ ദാഹത്തോടെ കർത്താവിന്റെ അടുക്കിലേക്ക് ചെന്നാൽ കർത്താവ് ദാഹിക്കുന്ന ഏവനും കർത്താവ് നൽകും. നമ്മള് ചോദിക്കുമ്പോൾ, നമ്മൾ മുട്ടുമ്പോൾ, നമ്മൾ ചോദിക്കുമ്പോൾ, നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് തുറക്കപ്പെടും, നമുക്ക് നൽകപ്പെടും. അപ്പം ചോദിച്ചാൽ അപ്പം നൽകും, മുട്ട ചോദിച്ചാൽ മുട്ട ലഭിക്കും. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. നമ്മൾ വായിക്കുന്നു, പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. നമുക്ക് നമ്മുടെ ഉള്ളത്തിൽ ഈ ദിവസങ്ങളിൽ കർത്താവ് എനിക്കൊരു ആ രീതിയിലുള്ള ഒരു വിശ്വാസം നമ്മുടെ ഉള്ളത്തിൽ വരണം. എനിക്ക് വേണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് കർത്താവെ എൻ്റെ ഉള്ളത്തിൽ ഞാൻ ചോദിച്ചാൽ എനിക്ക് ലഭിക്കും. അപ്പൊ ചോദിച്ചാൽ നമുക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ കർത്താവിനോട് പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് വേണം എന്ന് പറഞ്ഞ് ഒരു പാത്രവുമായിട്ട് കർത്താവിന്റെ അടുക്കൽ നിൽക്കുക. അപ്പൊ കർത്താവ് നോക്കുമ്പോൾ ഈ പാത്രത്തിൽ മുഴുവൻ അഴുക്ക് നിറഞ്ഞിരിക്കുക, ഈ പാത്രത്തിൽ മുഴുവൻ ചെളി നിറഞ്ഞിരിക്കുക. അപ്പൊ ആ പരിശുദ്ധാത്മാവിനെ കർത്താവിന് അങ്ങോട്ട് ആ രീതിയിൽ ഒഴിക്കാൻ പറ്റും. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ, വെളിച്ചം ലഭിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ മൈക്രോസ്കോപ്പ് കൊണ്ടൊന്നും നോക്കണ്ട, നമുക്ക് കാണാവുന്ന, നമ്മുടെ കണ്ണുകൊണ്ട് കാണാവുന്ന, നമുക്ക് വെളിച്ചം ലഭിച്ചിരിക്കുന്ന കാര്യങ്ങൾ കർത്താവിനോട് നാം ഏറ്റുപറയുക. കർത്താവെ, എന്നോട് ക്ഷമിക്കണം, എനിക്ക് അങ്ങയുടെ ശക്തി വേണം, എനിക്ക് മുമ്പോട്ട് പോകണം എന്ന് പറഞ്ഞുള്ള ആഗ്രഹത്തോടുകൂടെ, ദാഹത്തോടുകൂടെ നമ്മുടെ കരങ്ങളെ നീട്ടി ദൈവം തരുന്നത് നമ്മൾ സ്വീകരിക്കണം. അപ്പൊ ഈ ദിവസങ്ങളിൽ ആ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക ആഗ്രഹം, ഒരു ദാഹം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവട്ടെ. അപ്പം വരുന്ന ദിവസങ്ങളിലൊക്കെ തുടർമാനമായിട്ട് അടുത്ത ആഴ്ചയും അടുത്ത ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ ഉള്ളത്തിൽ വ്യക്തിപരമായ പ്രാർത്ഥനയിലൊക്കെ കർത്താവെ, എനിക്ക് എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൽ മുമ്പോട്ട് പോകണം. കർത്താവെ, നമ്മൾ ഈ കേട്ട എല്ലാ കാര്യങ്ങളിലും കർത്താവെ, ക്രൂശിന്റെ കാൽവരയിലെ അനുഭവം മാത്രമല്ല കർത്താവെ, കുരിശെടുത്തും കൊണ്ട് അങ്ങയെ പിൻപറ്റുന്നതിൽ എനിക്ക് മുമ്പോട്ട് പോകണം. കർത്താവെ, ദൈവവചനത്തിലൂടെയുള്ള ഒരു രക്ഷയുടെ ആദ്യത്തെ അനുഭവം മാത്രമല്ല, ദൈവവചനത്തിലൂടെ അങ്ങയെ കൂടുതൽ അറിയുന്ന, ദൈവവചനത്തെ കൂടുതൽ എൻ്റെ ഉള്ളിൽ കർത്താവെ സൂക്ഷിക്കുന്ന, ദൈവവചനത്തിലൂടെ കർത്താവെ അങ്ങനോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുന്ന കർത്താവെ, എനിക്ക് കൂടുതൽ വളരണം. പ്രാർത്ഥനയിൽ കർത്താവെ, അങ്ങയോട് ഒരു ചെറിയ വാക്ക് ചോദിച്ച് എന്തെങ്കിലും ലഭിച്ചതും എന്നതിനപ്പുറത്ത് കർത്താവെ, പ്രാർത്ഥനയിൽ അങ്ങയോടുള്ള കൂട്ടായ്മ, പ്രാർത്ഥനയിൽ കൂടുതൽ കർത്താവെ എനിക്ക് വളരുവാനായിട്ട്, കർത്താവെ എനിക്ക് വേണ്ടി കർത്താവെ പരീക്ഷയിൽ അകപ്പെടാതെ പ്രാർത്ഥിപ്പാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവെ പ്രാർത്ഥനയിൽ വളരുവാനായിട്ട് എന്നെ സഹായിക്കണമേ എന്ന് നാം ആഗ്രഹിക്കുക. നമുക്ക് ആ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ കർത്താവെ, എനിക്ക് ആ രീതിയിൽ പ്രാർത്ഥനയിൽ, അതുപോലെ സഭയുമായി ബന്ധപ്പെട്ട് കർത്താവെ, എനിക്കൊരു സഭയുമായിട്ടുള്ള കാര്യത്തിൽ എനിക്കൊരു നിലപാടുണ്ടാവണം.
അത് മാത്രമല്ല കർത്താവെ, എനിക്ക് സഭയോട് കൂടുതൽ ചേർന്ന് നിൽക്കണം. ഞാൻ എപ്പോഴും സഭയിലുള്ള ഒരു ഒരു ബെനിഫിഷ്യറി എന്നുള്ളതിനപ്പുറത്ത് എനിക്ക് സഭയിൽ കർത്താവെ, എനിക്ക് എന്തെങ്കിലും ലഭിക്കുന്ന, സഭയിലൂടെ എനിക്കൊരു വചനം ലഭിക്കുന്നു, സഭയിലൂടെ അല്ലെങ്കിൽ എനിക്ക് മറ്റെന്തെങ്കിലും ലഭിക്കുന്നു എന്നതിനപ്പുറത്ത് കർത്താവെ, സഭയുടെ ശരീരമാകുന്ന സഭയോട് ചേർന്ന് കർത്താവെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ എന്റെ പങ്ക് എന്താണ്, എനിക്ക് എന്ത് കൊടുക്കുവാനായിട്ട് കഴിയും? കർത്താവെ എന്നെ സഹായിക്കണമേ. വചനത്തിലൂടെ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുവാൻ, കർത്താവെ ഫോണിലൂടെ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുവാൻ, പ്രാർത്ഥനയിലൂടെ മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുവാൻ, കർത്താവെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കർത്താവെ സഹായിക്കുവാൻ, ആത്മീയമായിട്ട് എന്തെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ആത്മീയമായിട്ട് നമുക്ക് എന്തെങ്കിലും ഈ പുസ്തകങ്ങൾ മറ്റുള്ളവരുടെ കയ്യിൽ എത്തിക്കുവാൻ ഏതെങ്കിലും രീതിയിൽ കർത്താവെ സഭയുമായിട്ട് ചേർന്ന് എനിക്ക് കൂടുതൽ ഉത്സാഹം തരണമേ. കൂടുതൽ കർത്താവെ ആ രീതിയിൽ വളരുവാനായിട്ട് എന്നെ സഹായിക്കണമേ. നമുക്ക് ഈ രീതിയിൽ എന്നെ കർത്താവെ കൂടുതൽ നുറുക്കത്തിലേക്ക് നയിക്കുവാൻ, വ്യത്യസ്തരായ സഹോദരങ്ങളോട് ചേർന്ന് കർത്താവെ എന്റെ ഇഷ്ടം മാറ്റിവെച്ച് കർത്താവെ എന്നെ കൂടുതൽ കർത്താവെ മെരുക്കണമേ. കൂടുതൽ കർത്താവെ, പലപ്പോഴും നമ്മൾ മെരുങ്ങാത്ത ആൾക്കാരാണ്, നമ്മൾ എപ്പോഴും നമ്മുടെ ഐഡന്റിറ്റി സൂക്ഷിക്കുന്നവരാണ്. കർത്താവെ എന്നെ കൂടുതൽ മെരുക്കുവാനും നുറുക്കുവാനും കർത്താവെ ദൈവസഭയിലൂടെ അനുവദിക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ആ രീതിയിൽ പ്രിയ സഹോദരന്മാരെ, നമുക്ക് നമ്മെ തന്നെ ഇന്നത്തെ ദിവസം ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നാം പല കാര്യങ്ങൾ പങ്കുവച്ചു. ആ കാര്യത്തിൽ വളരുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന് മുമ്പാകെ നമുക്ക് വിധേയപ്പെടുത്തുകയും ചെയ്യാം.